പ്രകൃതിയുടെ മനോഹാരിത പൂർണ്ണമായി ആസ്വദിക്കാനാകുന്ന ഒരു സ്വർഗ്ഗഭൂമി നമ്മുടെ കോട്ടയം ജില്ലയുടെ മലനിരകളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. അതാണ് ഇലവീഴ പൂഞ്ചിറ. കോട്ടയം ജില്ലയിലെ ഹൈറേഞ്ചസിൽ മറഞ്ഞുകിടക്കുന്ന ഈ സുന്ദര സ്ഥലത്തിന് ആ പേര് കിട്ടാൻ പോലും ഒരു കഥയുണ്ട്. ഇവിടെ മരങ്ങളില്ല, അതുകൊണ്ടാണ് ഇലവീഴത്ത പൂഞ്ചിറ എന്ന പേരുണ്ടായത് തന്നെ. മഞ്ഞും മഴയും ചേർന്ന് സൃഷ്ടിക്കുന്ന അതിമനോഹര കാഴ്ചകൾ, പച്ചപ്പിൽ മൂടിയ കുന്നുകൾ, കാറ്റിന്റെ തണുപ്പ്, ഇതെല്ലാം മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സൂര്യോദയം സൂര്യാസ്തമയം കാണാൻ ഇന്ന് ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്നാണ് ഇത്. ഇവിടെ എത്തുമ്പോൾ നമ്മളിൽ പലർക്കും ഓർമ്മ വരുന്നത് ഇലവീഴ പൂഞ്ചിറ എന്ന മലയാള സിനിമയായിരിക്കും. മിസ്റ്ററിയും പ്രകൃതിയുടെ റൂഡായ സൗന്ദര്യവും ഒക്കെ ചേർത്ത് ആ സിനിമ ഈ സ്ഥലത്തെ കൂടുതൽ പ്രശസ്തമാക്കി. സിനിമയിൽ കണ്ട ആ മഞ്ഞും മലകളും നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന അനുഭവം മറ്റൊന്നിനും തുല്യമല്ല. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കടന്നല്ലോ. കടുത്ത വേനലിനിടയിൽ നേരിയ ആശ്വാസം പോലെ വന്ന വേനൽമഴയുടെ ഒപ്പം നല്ല കോടയൊക്കെ ആയിട്ട് ഹൈറേഞ്ച് ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെയാണ് നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ ഹൈറേഞ്ചസിലെ നല്ല ഹിൽ സ്റ്റേഷനിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം. നമുക്ക് ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് പാലാ തൊടുപുഴ റൂട്ടിലെ കൊല്ലപ്പള്ളിയിൽ നിന്ന് മുട്ടം പോകുന്ന റൂട്ടിൽ മേലുകാവ് മറ്റത്തുനിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് തിരിയുന്നത്. അപ്പം അവിടുന്ന് ഒരു 10 കിലോമീറ്ററാണ് ഏകദേശം ഇതിൻ്റെ ടോപ്പ് വരെ ഉള്ളത്. നമ്മളിപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്താറായിട്ടുണ്ട്. ആ ടോപ്പിൽ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോവേണ്ടത്. നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി മുകളിലേക്ക് നടന്നു വേണം പോകുവാനായിട്ട്. പണ്ടൊക്കെ ഇതിന് മുകളിലേക്ക് വണ്ടികളൊക്കെ കടത്തി വിടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ പോലീസുകാർ മുകളിലേക്ക് വണ്ടി കൊണ്ടുവന്നത് കർശനമായിട്ട് വിലക്കിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഓഫ് റോഡ് പാക്കേജിലുള്ള ജീപ്പുകളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ജീപ്പ് സഫാരി ആയിട്ട് മുകളിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ അതിന് മാത്രം ദൂരമൊന്നുമില്ല ഇതിൻ്റെ മുകളിലേക്ക് പോകുവാനായിട്ട്. ജസ്റ്റ് ഒരു കുറച്ച് നേരം നടന്നാൽ തന്നെ നമുക്ക് ഇതിൻ്റെ മണ്ടയിലെത്താൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് ചെന്നാലും ഇതാണ് കാഴ്ച. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കുപ്പികളും ഐസ്ക്രീം കവറും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടാണ് വരുന്ന ആൾക്കാരൊക്കെ പോകുന്നത്. അടുത്ത വരുന്ന ആൾക്കാർ കൂടി ഈ കാഴ്ചകളൊക്കെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ വേണ്ടി ഇതുപോലത്തെ ദ്രോഹങ്ങളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഞങ്ങൾ കോട്ടയംകാർക്കൊക്കെ ചെറുപ്പം മുതൽ ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ട് പരിചയമുണ്ടെങ്കിലും പുറത്തുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത് ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ്. ആ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇവിടെ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഇടിമിന്നലിന് ഭയങ്കര പേരുകേട്ട സ്ഥലമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ലൈറ്റ്നിങ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരൊക്കെ മഴക്കാലങ്ങളിൽ ഉച്ച കഴിഞ്ഞുള്ള യാത്ര ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മളിപ്പോൾ നേരം വെളുത്ത് വരുന്ന സമയത്താണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല ക്ലൗഡ് ബെഡൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളാണ് ഇവിടെ. ഇവിടെ നിന്നുള്ള കാഴ്ചകളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന താഴെ കാണുന്ന ഡാമിൻ്റെ ഒരു വ്യൂ ആണ്. നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാമായിട്ടുള്ള മലങ്കര ഡാമിൻ്റെ കാഴ്ചകളാണ് ആ കാണുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് ഒരു 3200ഓളം അടി ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇല്ലിക്കക്കല്ലൊക്കെ വരുന്നത്. ഇവിടെ എപ്പോഴും ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നതിനാൽ താഴെയുള്ള ചിറയിൽ ഒരു ഇല പോലും വീഴത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് വന്നത്. ഇവിടെ താഴെ കാണുന്ന ആ ഒരു കുളം പണ്ട് ഇവിടെ പഞ്ചപാണ്ഡവർ വനവാസകാലത്തിന് വന്നപ്പോൾ പാഞ്ചാലിക്ക് കുളിക്കുവാനായിട്ട് ഭീമസേന നിർമ്മിച്ചതാണെന്നൊക്കെയാണ് ഐതിഹ്യം. ഈ ഒരു പ്രദേശത്തെ ഒരു ട്രക്കിംഗ് കേന്ദ്രമായിട്ട് ഇപ്പോൾ DTPC വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 പേർക്ക് വരെ താമസ സൗകര്യമുള്ള ഒരു ഡോർമെട്രി ഇവിടെ DTPC ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഈ താഴ്വര ആയിരക്കണക്കിന് ഏക്കറിൽ പരന്നു കിടക്കുന്നു. നമ്മൾ ഇലവീഴ പൂഞ്ചിറ എന്ന ആ ഒരു സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ഹൊറർ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നേരിയ മഴയും കോടമഞ്ഞും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞുള്ള ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ കാണുന്നത്. കേരള പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ഷെഡ് കാണാനായിട്ടാണ് ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്നത് തന്നെ. ശക്തമായിട്ടുള്ള കാറ്റിൽ ഈ ഷെഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ശബ്ദം നമുക്ക് കേട്ടാൽ തന്നെ പേടിയാവും. അതിരാവിലെയോ വൈകിട്ടോ ഒക്കെയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഏതൊരു സഞ്ചാരിക്കും ലഭിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. താഴെ കാണുന്ന മലങ്കര ഡാമിൻ്റെ റിസർവോയറും അങ്ങ് ദൂരെ കാണുന്ന മലനിരകളും ഒക്കെ ആയിട്ട് അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. മുകളിലേക്കുള്ള യാത്രയിൽ തന്നെ പ്രകൃതിയുടെ മാറ്റങ്ങൾ നമുക്ക് കണ്ടറിയാനാവും. ചില ഘട്ടങ്ങളിൽ ശക്തമായിട്ടുള്ള സൂര്യപ്രകാശം അനുഭവപ്പെടും. എന്നാൽ വളരെ പെട്ടെന്നായിരിക്കും നല്ല ശക്തമായിട്ടുള്ള മഴയൊക്കെ വരിക. ആ കൂട്ടത്തിൽ കോടമഞ്ഞുകൾ വരുമ്പോഴത്തേക്ക് ഓരോ സമയത്തും ഇവിടെ ഓരോ ക്ലൈമറ്റ് ആയിരിക്കും.
പോലീസുകാർ നിർമ്മിച്ച ആ ഷെഡൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പാറക്കെട്ടുകളോടെ നടന്നു വരുമ്പോഴാണ് ഇവിടുത്തെ യഥാർത്ഥ കാഴ്ചകൾ കാണാനാവുക. മഴയും മഞ്ഞും ഇല്ലെങ്കിൽ മലങ്കര ഡാമിൻ്റെ റിസർവോയറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അകലെ നിന്നുള്ള ഏതൊരു സഞ്ചാരിക്കും ഈ കാഴ്ച പുതിയൊരു അനുഭവമായിരിക്കും. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കോട്ടയവും ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വൈഡായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന സ്ഥലം ഇവിടെ വളരെ കുറവാണ്. കണ്ടോ, ഈ കാണുന്ന പ്രദേശത്തെങ്ങും പേരിന് പോലും ഒരു ചെറിയ മരങ്ങൾ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇല വീഴുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും ഫുള്ള് പുൽമേടുകളൊക്കെയാണ്. ആകെയുള്ള മരങ്ങൾ കാണുന്നത് അങ്ങ് താഴ്വാരത്തിലാണ്. ഇപ്പോഴും പോലീസിൻ്റെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പുതിയൊരു കെട്ടിടവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടിമിന്നൽ സാധ്യതയുള്ള സമയത്ത് ഇലവീഴ പൂഞ്ചിറയ്ക്കുള്ള യാത്ര നിങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അത്രയും ഉയർന്ന പ്രദേശമായതിനാൽ മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഇവിടെ വളരെ കൂടുതലാണ്. ഇത്രയൊക്കെ അപകട സാധ്യത ഉണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നതിനായിട്ട് പ്രത്യേകിച്ച് നിയന്ത്രണമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പാസ് എടുക്കേണ്ട ആവശ്യം പോലുമില്ല ഇങ്ങോട്ടേക്ക് വരുവാനായിട്ട്. അതുകൊണ്ടോ അങ്ങ് ദൂരെ കാണുന്ന ആ മലയാണ് ഇല്ലിക്കൽ കല്ല്. കോട്ടയം ജില്ലയിലെ മിക്ക ഉയരമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞാലും ഇല്ലിക്കൽ കല്ലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പഴയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ഇപ്പോൾ തുരുമ്പൊക്കെ എടുത്ത് നാമാവശേഷമായെങ്കിലും ഇത് കാണാനായിട്ട് പ്രത്യേക ഒരു അട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടാണ് ഇലവീഴ പൂഞ്ചിറയുടെ സീൻസൊക്കെ ഷൂട്ട് ചെയ്തത്. കഴിഞ്ഞ യാത്രയിൽ ഞങ്ങളുടെ ഡ്രോൺ ക്രാഷ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഡ്രോൺ വിഷ്വൽസ് ഒന്നും ഉൾപ്പെടുത്താത്തത്. അല്ലെങ്കിൽ ഇവിടുത്തെ ആകാശ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് ഇനിയും മുന്നോട്ടേക്ക് തരിക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.